യോഹന്നാൻ 3:3 1 മുതൽ വായിക്കാം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദേമോസ് എന്നു പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ആ യഹൂദ റബ്ബി യേശു ക്രിസ്തുവിനെ നോക്കി പറയുകയാണ്, ദൈവം കൂടെ ഇല്ല എങ്കിൽ ഇത്തരം അത്ഭുതകരമായ കാര്യങ്ങൾ, അതിശയകരമായ കാര്യങ്ങളൊന്നും ആർക്കും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവം യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാ അത്ഭുതകരമായ കാര്യങ്ങളും യേശു ക്രിസ്തുവിനാൽ സാധ്യമായത്. അവൻ കൈവച്ചപ്പോൾ രോഗം സൗഖ്യമായി, ഭൂതങ്ങൾ പുറത്തുപോയി, ദാരിദ്ര്യം മാറി. ദൈവത്തിൻ്റെ എല്ലാ കൃപകളും യേശു ക്രിസ്തുവിടെ പുറത്തു വന്നത് നമുക്കറിയാം. ആ റബ്ബി പറയുകയാണ്, പിതാവായ ദൈവം നിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ അത്ഭുതകരമായ കാര്യങ്ങൾ നിന്നിൽ നടക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതേ ദൈവമാണ് നമ്മുടെ കൂടെയുമുള്ളത്. കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. അവൻ്റെ പേര് തന്നെ ഇമ്മാനുവേൽ എന്നാണ്, ദൈവം നമ്മോട് കൂടെ. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ, ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ കടന്നു ചെല്ലുന്ന മേഖലകളിൽ, നമ്മൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഈ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്. നമുക്ക് പ്രാർത്ഥന നിരതമായ ഒരു ഹൃദയത്തോടെ ആയിരിക്കാം. 1 കൊരിന്ത്യർ 1:18 പറയുന്നുണ്ട്, ഈ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, പക്ഷെ വിശ്വസിക്കുന്ന നമുക്കോ അത് ദൈവശക്തിയും ആകുന്നു. തീർച്ചയായും വിശ്വസിക്കുന്നവരായ നമുക്ക് ഓരോ വചനവും ദൈവശക്തിയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെട്ടേ മതിയാകുകയുള്ളൂ. നമ്മൾ പറയുമ്പോൾ അസാധ്യങ്ങൾ സാധ്യമായേ മതിയാകുകയുള്ളൂ. നമുക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ പെരുമാറുന്ന ഇടങ്ങളിൽ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ഈ ദൈവത്തിൻ്റെ ശക്തി, ആ ദൈവത്തിൻ്റെ ശക്തിയുടെ നിലവാരത്തിൽ തന്നെ വെളിപ്പെട്ടേ മതിയാകുകയുള്ളൂ. പ്രിയരെ, നമുക്കും ഇത് മനസ്സിലാക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ദൈവം ഇരുന്ന് വലിയത് പ്രവർത്തിച്ചതുപോലെ, പ്രിയ സുഹൃത്തെ, നിൻ്റെ കൂടെയും ദൈവത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടെ ഇരുന്ന് വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.